ആ എന്നിട്ട് നീ ഒന്നും മിണ്ടിയില്ലേ? ഞാനൊക്കെ ആണെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ മറുപടി കൊടുത്തേനെ. എപ്പോ? ബുക്ക് ചെയ്തോ? എന്നിട്ട് ആഹാ, എനിക്കും പോണോന്ന് ആഗ്രഹം ഉണ്ടല്ലോ സോളോ ട്രിപ്പിനൊക്കെ. പക്ഷെ വീട്ടുകാര് സമ്മതിക്കൂല. ആ എല്ലാം പാക്ക് ചെയ്തോ? ആഹാ, അപ്പൊ അടിച്ചു പൊളി. ഓക്കേടാ, ഹാപ്പി ജേണി. ശരി. ആ വിളിച്ചാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതോ? ഇതെന്റെ കാമുകനായിരുന്നു. എന്റെ കാമുകനായിരുന്നു ഒന്ന്. ചുമ്മാ സത്യം. അതൊരു കാമുകനോ? പിന്നെ ഇതെത്ര ഞെട്ട്? കാമുകൻ എന്ത് പറഞ്ഞ? അതെന്ത് നീ അറിയടാ? പല കാര്യങ്ങൾ പറയും. പറയടി, എന്തോടി സംസാരിച്ചേ? പല കാര്യങ്ങൾ സംസാരിക്കുക. അതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയട്ടാ. നീ ആരുടെ വേണമെങ്കിലും പോയി പറഞ്ഞു. അവൻ ജാർഖണ്ഡിൽ സോളോ ട്രിപ്പ് പോവാണ്. നിന്നെ വിളിച്ചില്ലേ സോളോ ട്രിപ്പിന്? ഒന്ന് കൂടിയ മരം കഴുതേ. റിങ്കി, നീ സത്യം തന്നെ ഈ പറയണേ? എന്ത്? നീ ഈ ഗുസ്തിയാണ് റിബലാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇതിപ്പോ എന്തോന്നടി കാണിച്ചു വെച്ചേക്കണേ? എന്തോന്ന് കാണിച്ചു ഞാനിപ്പോ? പ്രേമം എന്നൊക്കെ പറഞ്ഞ നാണക്കേടറി. പ്രേമിക്കുന്ന അത്ര നാണക്കേടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓഹോ, നിനക്കുണ്ട് അല്ലേ? ഉണ്ടല്ലേ? അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറ. നീ പോയി പറ. നിനക്കൊരു കുഴപ്പമില്ല അല്ലേ? നീ പേര് പറ. അതൊന്നും എനിക്ക് നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്ത് പ്രശ്നം? എന്ത് പറയേണ്ട ആവശ്യമില്ല? എടി പേര് പറയടി. ആരടി? എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല. പറയേണ്ടവരുടെ പറയേണ്ട രീതിയിൽ പറയാൻ എനിക്കറിയാം. ഓഹോ, അത് അപ്പം ആ റൂട്ടാണ് നിനക്കല്ലേ? ഇടി എന്റെ പൊന്നിറങ്ങി, നീ ഒന്ന് ചിന്തിക്കടി. എടി പറയടി, പേര് പറയടി. എവിടെ നിന്ന് എത്ര വർഷമായി തുടങ്ങിയിട്ട് നീ കുടുംബത്തിന് പേര് വെച്ച് ഉണ്ടാക്കൂടെ? ഇറങ്ങി ശ്വാസം വിടും, ശ്വാസം വിടും, ശ്വാസം വിടും. എല്ലാം കൂടി ഇങ്ങനെ ഒറ്റ സ്ട്രെച്ച് ചോദിക്കാതെ ഘട്ടം ഘട്ടമായിട്ട് ചോദിക്കൂ. ശരി, ഘട്ടം ഘട്ടമായിട്ട് ചോദിക്കാം. പേരെന്താ? പറയട്ടെ? പറയട്ടെ. ശരി, ഞാൻ പറയാം. അതെ, എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. ഓഹോ, മനസ്സില്ല ഇല്ല അല്ലേ? എടി, ഞാൻ അച്ഛന്റെ അമ്മയുടെ തെളിവ് സഹിതം പറയൂടി. നിന്റെ പ്രേമം ഞാൻ പൊളിച്ചിരിക്കും.